നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളിലേക്ക് തിരികെ വരുമോ നോക്കാൻ പോകുന്നത് അതാണ്. മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടിയെ വിട്ടിട്ട് എൻ്റെ വ്യൂവേഴ്സിലേക്ക് തിരികെ വരുമോ? ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ട് ജസ്റ്റിസ് ആണ് കിട്ടിയിരിക്കുന്ന. സ്പ്രെഡ് ഇതാണ്. നിങ്ങളുടെ വ്യക്തി തേർഡ് പേഴ്സണെ വിട്ടിട്ട് നിങ്ങളിലേക്ക് തിരികെ വരുമോ എന്നാണ് നമ്മൾ ചോദിച്ചത്. ഇപ്പോൾ നിലവിൽ ആ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു തെറ്റിപ്പിരിയുന്ന ഒരവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ ലോകമാണെന്ന് കരുതി അവരാണ് എല്ലാം എന്ന് കരുതിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ അവരിലേക്ക് പോയത്. ഇപ്പോൾ എന്ത് തിരഞ്ഞെടുക്കുമെന്നറിയാതെ ഒരു ശരിയായൊരു വഴി തിരഞ്ഞെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടും കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും ആ വ്യക്തി തുടങ്ങിയിരിക്കുന്നു. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതിനെ കുറിച്ചിട്ടൊക്കെ ആ വ്യക്തി ഇപ്പോഴാണ് കൃത്യമായിട്ട് പഠിക്കുന്നത്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റിസ്ക് എടുക്കാനും ഒരു പുതിയൊരു തുടക്കം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു സ്നേഹം, പുതിയ രീതിയിൽ സ്നേഹവുമായിട്ട് വരണം. അതിന് മുന്നിൽ ആ വ്യക്തി നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ശ്രദ്ധയോടെ നിങ്ങളിലേക്ക് വരണം എന്നാണ് ആ വ്യക്തി ഇപ്പോൾ വളരെയധികം ആഗ്രഹിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് പാഞ്ഞു വരാനുള്ള ഒരു ആഗ്രഹമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ. പക്ഷെ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ കോർത്തിണക്കി കൊണ്ടുപോകാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഒരു പുതിയ എനർജിയിൽ, ഒരു പുതിയ വ്യക്തിയായിട്ട്, ഒരു പുതിയ കാൽവെപ്പോടു കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടണം എന്നാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു ആ വ്യക്തിയെ മുന്നോട്ട് നയിക്കാൻ തക്ക കഴിവുള്ള ഒരു ശേഷിയുള്ള ഒരു വ്യക്തിയാണെന്നും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിന്നിട്ട് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുമെന്നും ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷവും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവാനായിട്ട് നിങ്ങൾ കൂടെ ഉണ്ടാവുമെങ്കിൽ ആ വ്യക്തിക്ക് സാധിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഒരു സന്തോഷകരമായ ജീവിതം കൊണ്ടുവരാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തകർച്ച, ആ തേർഡ് പാർട്ടി മൂലം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നല്ല തകർച്ച സംഭവിച്ചിട്ടുണ്ട്. വളരെ പെയിൻഫുള്ളായിട്ടുള്ള രീതിയിലാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിക്കല്ല, നിങ്ങൾക്കായിരുന്നു അതിൽ ഏറ്റവും വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾ ശരിക്കും മരണത്തിന് തുല്യമായ വേദനയിലൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ്, നീതി തരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ പാഷനേറ്റഡ് ആയിട്ടുള്ള, ആ വ്യക്തിയെ നയിച്ചു കൊണ്ടുപോകാൻ ശേഷിയുള്ള, ആ വ്യക്തിയുടെ കാര്യങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ട് ഇടപെടാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് ഇപ്പോഴാണ് നിങ്ങളുടെ ആ പേഴ്സൺ മനസ്സിലാക്കുന്നത്. മറ്റൊരു രീതിയിൽ പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് നിങ്ങളിൽ നിന്ന് കിട്ടിയ പോലെ യാതൊന്നും തന്നെ കിട്ടാനില്ല. ഒരു മായിക വലയത്തിൽ പെട്ട പോലെ ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയി എങ്കിൽ കൂടിയും അവിടെ എത്തപ്പെട്ടതിന് ശേഷമാണ് അതൊരു ശരിയായ രീതിയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചില്ല, നിങ്ങളായിരുന്നു ശരിയെന്ന് മനസ്സിലാക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നത്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളിലേക്ക് തിരികെ വരണം എന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു ലൈഫ് തരണം എന്നൊക്കെ ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലും നിങ്ങളിൽ നിന്നിട്ട് ഇറങ്ങിപ്പോയത് വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊന്ന് തേടി പോയതിൽ വളരെയധികം വേദനയുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ആ പേഴ്സണ്. നിങ്ങളിലേക്ക് ഒരു പുതിയ വ്യക്തിയായിട്ട്, ഒരു പുതിയ രീതിയിൽ, പുതിയ റിലേഷൻഷിപ്പിലെല്ലാം പുതുമ കൊണ്ടുവന്ന് നല്ല രീതിയിൽ നിങ്ങളിലേക്ക് വരണം എന്നാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരു റിസ്ക് ഒക്കെ എടുത്തിട്ട് മുന്നോട്ട് വരണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം എന്നാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. തേർഡ് പാർട്ടിയെ ആ വ്യക്തിക്ക് മടുത്തിരിക്കുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ തേർഡ് പാർട്ടിയിൽ നിന്നിട്ട് നിങ്ങളെ പേഴ്സൺ അനുഭവിച്ചു കഴിഞ്ഞു. അനുഭവിക്കേണ്ട എല്ലാ വിഷമതകളും
ആ വ്യക്തി അനുഭവിച്ചു കഴിഞ്ഞു. നിങ്ങളെ വേദനിപ്പിച്ചു പോയിട്ട് നിങ്ങൾ അനുഭവിച്ച വേദനയുടെ ഇരട്ടിയിലധികം ആ വ്യക്തി ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളോടൊപ്പമുള്ള ജീവിതം സന്തോഷകരമായിരിക്കും, നിങ്ങളെ റിലേഷൻഷിപ്പ് സന്തോഷകരമായിരുന്നു, ഇനി ഒരിക്കലും നിങ്ങളെ വിട്ട് പിരിയാതെ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവണമെന്നാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനസികമായിട്ട് ഒരു ശക്തി ആർജിക്കാനായിട്ട് ആ വ്യക്തി ഇപ്പോൾ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് മെസ്സേജസ് ആണ് ഏഞ്ചൽസ് നൽകുന്നതെന്ന് നോക്കാം. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ എന്ത് മെസ്സേജസ് ആണ് എൻ്റെ വ്യൂവേഴ്സിന് നൽകാനുള്ളത്? ഓപ്പർച്യൂണിറ്റി. നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ ഏഞ്ചൽസ് ആയിട്ട് തരുന്നുണ്ട്. ഇതും ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കി തിരിച്ചു വരുന്നതും ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് ധാരാളം അവസരങ്ങൾ കരിയറിലായാലും ലൈഫിലെ ഏത് മേഖലയിലായാലും സന്തോഷകരമായ കുറേ അവസരങ്ങൾ നിങ്ങൾക്ക് വരാനിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇഫ് യു ബിലീവ്. നിങ്ങളെല്ലാത്തിൽ നിന്നിട്ടും ഒരു നല്ലൊരു രീതിയിൽ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് എടുക്കാനാണ് പറയുന്നത്. നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങളെയും എടുക്കുക. നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതിൽ നിങ്ങൾ വിശ്വസിക്കുക. അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് പറയുന്നത്. നിങ്ങൾ നന്നായിട്ട് അതിനെ ട്രസ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇൻ ദി നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രത്യേക സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കും. ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടിയിട്ട് ചിലപ്പോൾ ഒരു റീയൂണിയൻ ആയിരിക്കും, ഈ റിലേഷൻഷിപ്പിലെ റീയൂണിയൻ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ അടുത്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കും. അതിനെ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഇരിക്കുക എന്നാണ് പറയുന്നത്.